ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു AFX ഫിറ്റ്നസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ചെയ്യേണ്ട വർക്കൗട്ട്സ് ആണ്. ഇത് നിങ്ങളുടെ പ്രഗ്നൻസിയുടെ ഏതൊരു ടേമിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് രീതിയായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ വർക്കൗട്ട് പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിസിഷ്യനായിട്ട് കൺസൾട്ട് ചെയ്യാൻ, നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ വർക്കൗട്ട്സ് പെർഫോം ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കുറച്ച് വാം-അപ്പ് സ്ട്രെച്ചസ് ഉണ്ട്. ആ സ്ട്രെച്ചിങ്ങിന് ശേഷം നമ്മുടെ മൂവ്മെൻറ്റ് പാറ്റേണിൽ വരുന്ന കുറച്ച് വർക്കൗട്ട്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഫോർ ആംസിൻ്റെ സ്ട്രെച്ചിങ് ആണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ് പാറ്റേൺ ചെയ്യാം. ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ശേഷം 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ശേഷം നമ്മൾ നെക്കിൻ്റെ സ്ട്രെച്ചാണ്. പുറത്ത് വയ്ക്കുക. കഴുത്തങ്ങോട്ട്. അപ്പോൾ നെക്കിൻ്റെ സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ട്രാപ്സിൽ ഹോൾഡ് ചെയ്ത് പുള്ളി ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മുടെ നെക്കിനെ സ്ട്രെച്ച് ചെയ്യുന്നത്. ചെയ്യുക. ട്രാപ്സിൽ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, എന്നിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇനി ഷോൾഡറിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഫോർവേഡ് 5 ടൈംസ് ചെയ്യുക. ബാക്കിലോട്ട് 5 ടൈംസ് ചെയ്യുക. ശേഷം ഹിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ്. 5 ടൈംസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ചെയ്യുക. 5 ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. ഇനി കാലിൻ്റെ ആംഗിളിൻ്റെ മൂവ്മെൻ്റ് ആണ്. 5 ടൈംസ് ചെയ്യുക ക്ലോക്ക് വൈസും 5 ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ്. രണ്ട് കാലിനും സെയിം മൂവ്മെൻറ്റ് ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. ഇത് നിങ്ങൾ ബേസിക്കായിട്ട് ബോഡിയുടെ ഒരു ബേസിക് മൂവ്മെൻറ്റ് പാറ്റേൺ പോലെ, അല്ലെങ്കിൽ ഒരു കുറച്ച് വാം-അപ്പ് പോലെ, ജോയിൻസിൻ്റെയും മസിൽസിൻ്റെയും ആ ഒരു ഓവറോൾ സർക്കുലേഷന് വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് മൂവ്മെൻറ്റ്സ് ഇപ്പോൾ ചെയ്ത് ഒരു ഓവറോൾ ബോഡി ടാർഗറ്റ് ചെയ്തിട്ട് ഇനി നമ്മുടെ മെയിൻ മൂവ്മെൻറ്റ്സ് നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ തറയിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ലേഡീസ് കാണും. അവർക്ക് ചെയറിൽ ഇരുന്നിട്ട് ചെയ്യാനുള്ള വർക്കൗട്ട് പാറ്റേൺ കൂടെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ബേസിക്കലി നമുക്ക് ഫ്ലോറിൽ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു എക്സസൈസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് സ്ലോലി, ഇത് നിങ്ങളുടെ ഹിപ്പ് മൊബിലിറ്റി ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കൗട്ടാണ്. ഒരു 10 ടൈംസ് ചെയ്യുക. 3, 4, 5, 6, 7, 8, 9, 10. ഇതൊരു 10 സെക്കൻഡ്സ് എന്നുള്ളൊരു സ്പാനിൽ നിങ്ങൾ ബേസിക്കായിട്ട് ബട്ടർഫ്ലൈ എന്ന് പറയാൻ കാരണം തന്നെ ഇത് നമ്മൾ ബട്ടർഫ്ലൈയുടെ ചിറവ് പോലെ നമ്മൾ വളരെ സ്ലോലി ചെയ്യേണ്ട ഒരു വർക്കൗട്ട് പാറ്റേൺ ആയതുകൊണ്ട് ബട്ടർഫ്ലൈ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു 10 സെക്കൻഡ് സ്പാനിൽ നിങ്ങൾ ആ ഒരു മൂവ്മെൻറ്റ് പാറ്റേൺ ചെയ്യാം. ഇതൊരു 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. 2 or 3 സെറ്റ്സ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് 10 സെക്കൻഡ്സിൻ്റെ സ്പാനിൽ. അതിനുശേഷം ഒരു കാല് മടക്കി വെച്ച് ചെയ്ത് നിങ്ങളുടെ ടോയിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനീഷ്യലി നിങ്ങളുടെ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കാലിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ടോയിൽ കിട്ടില്ല, ചിലപ്പോൾ ഇത്രയായിരിക്കും, മതി, കുഴപ്പമില്ല. ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അടുത്ത കാല് 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു വളരെ റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി പോയിൻ്റ് കാണും. ആ പോയിൻ്റ് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ടോയിൽ എല്ലാവർക്കും കിട്ടണമെന്നില്ല, ഇവിടെ ഹോൾഡ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നിങ്ങൾ കണ്ട ആ സ്ട്രെച്ചും നിങ്ങൾ 2 or 3 സെറ്റ് ആ ഒരു 10 സെക്കൻഡ് സ്പാനിൽ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നേരെ കാല് മടക്കി ഇരിക്കുക. നമ്മുടെ പത്മാസനം എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ ഇരുന്നതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ ചമ്രം പണിഞ്ഞിരിക്കുക. ഓക്കെ, കാല് മടക്കി ഇരുന്നതിന് ശേഷം സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. കൈ താഴെ നമ്മുടെ സൈഡിൽ വയ്ക്കുക. ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇത് നിങ്ങളുടെ ബോഡിയുടെ സൈഡ് മസിൽസ് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളുടെ ബാക്ക് മസിലും വയറിൻ്റെ സൈഡിലുള്ള മസിലും ഒക്കെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ബേസിക്കലി എല്ലാവർക്കും ഒരു ഹിപ്പിൻ്റെ ടൈറ്റ്നസ്സും ബാക്ക് സ്റ്റിഫ്നെസ്സും ഒക്കെ വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ടൈപ്പിലുള്ള സ്റ്റിഫ്നെസ് പ്രിവെൻറ്റ് ചെയ്യാനും ഇതുപോലത്തെ വർക്കൗട്ട്സ് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇരുന്നതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ് സ്ട്രെച്ച് ചെയ്യുക. കണ്ടോ, ഇത് നിങ്ങളുടെ ഈ ഒരു സൈഡാണ് സ്ട്രെച്ച് ആവുന്നത്. നിങ്ങളുടെ ലാറ്റ്സിൻ്റെയും അതായത് ബാക്കും നിങ്ങളുടെ വയറിൻ്റെ സൈഡിലുള്ള മസിൽസും ഒക്കെ നിങ്ങൾക്ക് സ്ട്രെച്ച് കിട്ടും. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക.
അതേപോലെ കൈ സൈഡിൽ വെച്ച് ഓപ്പോസിറ്റ് സൈഡും സ്ട്രെച്ച് ചെയ്യാം. ഈ സ്ട്രെച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ബ്രീതും കൂടെ ശ്രദ്ധിക്കുക. ബ്രീത് നോർമലായിട്ട് ബ്രീത് ചെയ്യുക കേട്ടോ. നിങ്ങൾ ബ്രീത് ഒരു കാരണവശാലും ഒരു പൊസിഷനിലും ബ്രീത് ഹോൾഡ് ചെയ്ത് ചെയ്യാതിരിക്കുക. ബ്രീത് നോർമലായിട്ട് ബ്രീത് ചെയ്യുന്ന രീതിയിൽ തന്നെ ബ്രീതിങ് ചെയ്യുക. ഓക്കെ. അതിനുശേഷം കാല് സ്ട്രെയിറ്റ് ഇരിക്കുക, കൈ ബാക്കിൽ കുത്തുക. കൈ ബാക്കിൽ കുത്തിയിട്ട് കാല് വെറുതെ റിലാക്സ് ചെയ്യുക. ബേസിക്കലി ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ബോഡി മൂവ്മെൻറ്റ്സ് കൊണ്ടുവരിക, സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ആ ഒരു ലെവൽ കീപ്പ് ചെയ്യാം, ഇൻറ്റൻസിറ്റി നോക്കി തന്നെ ചെയ്യുക. ഓക്കെ. ഇത് ജിമ്മിലൊന്നും പോകാതെ ഇരിക്കുന്ന ഒത്തിരി ആൾക്കാർ കാണും. ഓക്കെ. അപ്പോൾ അവർക്കൊക്കെ ബേസിക്കലി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ വീഡിയോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കണ്ടോ, മുട്ടുകുത്തി നിൽക്കുക. മുട്ടുകുത്തി എന്നതിന് ശേഷം ക്യാമൽ ക്യാറ്റ് എന്ന് പറയുന്ന എക്സസൈസാണ്. ഓക്കെ. ക്യാമൽ ക്യാറ്റ് എന്ന് പറയുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ഉണ്ടോ, നിങ്ങളുടെ തൊറാസിക് റീജിയൻ, നിങ്ങളുടെ ബാക്കിൻ്റെ റീജിയൻ ലിഫ്റ്റ് ചെയ്യുക, ബ്രീത് ഇൻ ചെയ്യുക. ക്യാമൽ ക്യാറ്റ്, ഇത് ബ്രീത് ഔട്ട് പൊസിഷനാണ്. അപ്പോൾ ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്. ഇതും 10 ടൈംസ് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ക്യാമൽ ക്യാറ്റ് എന്ന് പറയുന്ന എക്സസൈസ് 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. 2 പ്രാവശ്യം 2 സെറ്റായിട്ട് ഇതിനെ റിപ്പീറ്റായിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ബേർഡ് ഡോഗ് എന്ന് പറയുന്ന എക്സസൈസാണ്. ബേർഡ് ഡോഗ് എന്ന് പറയുന്ന എക്സസൈസ് നിങ്ങളുടെ ബോഡി ബാലൻസും ഓവറോൾ ആ ഒരു കോറിൻ്റെ സ്ട്രെങ്തും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ ഈ എക്സസൈസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്യാമൽ ക്യാറ്റ് ബേസിക്കലി എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ബേർഡ് ഡോഗ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബോഡി ബാലൻസ് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സസൈസ് അവോയ്ഡ് ചെയ്യുക. റീച്ച് ചെയ്യുക, ഓപ്പോസിറ്റ് കൈയും ഓപ്പോസിറ്റ് കാലുമാണ് കണ്ടോ. സ്ട്രെച്ച് ചെയ്യുക, തിരിച്ച് വയ്ക്കുക, റീച്ച് ചെയ്യുക, തിരിച്ച് വയ്ക്കുക. ഇത് നിങ്ങൾ അഡ്വാൻസ്ഡായി, നിങ്ങൾക്ക് ഈ ഇത് ബോഡി ബാലൻസ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റീച്ച് ചെയ്ത് തിരിച്ച് വയ്ക്കേണ്ട, തിരിച്ച് കണ്ടോ, കൈയും കാലും അടുപ്പിച്ച് തിരിച്ച് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും ആ മൂവ്മെൻറ്റ് സ്ലോലി ചെയ്യുക. ഒരു 5 to 10 reps എന്നുള്ള രീതിയിൽ വളരെ സ്ലോലി ചെയ്താൽ മതി, ഫാസ്റ്റായിട്ട് ചെയ്യരുത്. ഓക്കെ. വളരെ സ്ലോലി ചെയ്യുക. കാര്യം ഇത് ബേസിക്കലി നിങ്ങളുടെ മൂവ്മെൻറ്റ്, നിങ്ങളുടെ ബോഡി ബാലൻസും കോർ സ്ട്രെങ്തും ഫോക്കസ് ചെയ്യാനുള്ള വർക്കൗട്ടാണ്. അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്കൗട്ടിൻ്റെ എഫക്റ്റീവ്നെസ് കുറയും. ഇത് 2 സൈഡും ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. കണ്ടോ, 10 റെപ്പിറ്റീഷൻ ഒരു സൈഡ് ചെയ്യുക, 10 റെപ്പിറ്റീഷൻ അടുത്ത സൈഡ് ചെയ്യുക. കണ്ടോ, ഇത് നമുക്ക് തറയിൽ വയ്ക്കാതെ വേണമെങ്കിൽ കണ്ടോ ഈ രീതിയിലും ചെയ്യാം, അല്ലാതെ റെസ്റ്റ് കൊടുത്തും ചെയ്യാവുന്നതാണ്. കണ്ടോ, റെസ്റ്റ് കൊടുത്തും ചെയ്യാം, വച്ച് റെസ്റ്റ് കൊടുത്തും ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു വർക്കൗട്ടും കൂടെ ഉണ്ട്. അത് നിങ്ങളുടെ ഹിപ്പ് സ്ട്രെങ്തും കാലിൻ്റെ സ്ട്രെങ്തിനും വേണ്ടിയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട്സാണ്. ഓക്കെ. അപ്പോൾ ബേസിക്കലി കൈ താഴെ വെച്ച് തല റെസ്റ്റ് ചെയ്തതിന് ശേഷം ഓരോ കാല് റേസ് ചെയ്യുക. ഒരുപാട് ഹൈറ്റിൽ റേസ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കംഫർട്ട് റേഞ്ച് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം. കണ്ടോ, 1 സ്ലോലി ഡൗൺ, 2 സ്ലോലി ഡൗൺ. ആദ്യം നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് റേസ് ചെയ്യുക, സ്ലോലി അപ്പ് ആൻഡ് സ്ലോലി ഡൗൺ, 1 സ്ലോലി അപ്പ് ആൻഡ് സ്ലോലി ഡൗൺ. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് റീച്ച് ചെയ്താൽ മതി. ഒരുപാട് എഫേർട്ട് ഇട്ട് ലിഫ്റ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ. ആൻഡ് സ്ലോലി ഡൗൺ. ഓക്കെ. ഓക്കെ. ഇങ്ങനെ ഒരു 10 റെപ്പിറ്റീഷൻ 2 സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു വർക്കൗട്ട് പാറ്റേൺ നടത്തുക. ഇത് നിങ്ങൾക്ക് ഡെയിലി 2 നേരം ചെയ്യാം കേട്ടോ. 2 നേരം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ബോഡി മൂവ്മെൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും. കാര്യം ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ബോഡി സ്റ്റിഫ് ആവുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സും ഒക്കെ വരുന്നൊരു ടൈമാണ്. അപ്പോൾ സ്ട്രെസ്സ് റിലീവ് ചെയ്യാനും ബോഡിയുടെ മൂവ്മെൻറ്റ്സ് ബെറ്റർ ആവാനും ഒക്കെ ഇത്രയും നമ്മളിപ്പോൾ ചെയ്ത വർക്കൗട്ട് പാറ്റേൺ 100% നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വളരെ എഫക്റ്റീവായിട്ടുള്ള റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വർക്കൗട്ട്സ് കാണണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും AFX എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ